ഘടനാവാദം സ്ട്രക്ചറലിസം. ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായിരുന്ന വില്യം വൂണ്ട് 1832 1920 ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവ്. സ്ട്രക്ചറലിസത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? വില്യം വൂണ്ട്. മനഃശാസ്ത്രത്തിന്റെ ആദ്യ ചിന്താധാരയാണ് ഘടനാവാദം. 1879 ലിപ്സ്ബർഗ് സർവകലാശാലയിൽ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചു. മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ പിതാവാണ് വില്യം വൂണ്ട്. വില്യം വൂണ്ടിന്റെ ശിഷ്യനായിരുന്നു എഡ്വേർഡ് ടിച്ചനർ ആണ് ഘടനാവാദം പ്രചരിപ്പിച്ചത്. ഘടനാവാദം പ്രാധാന്യം നൽകുന്നത് സംവേദനത്തിന്. ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ട്. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് ഘടനാവാദം പറയുന്നു. ഘടന മനസ്സിലാവാതെ അതിന്റെ ധർമ്മം മനസ്സിലാവില്ല. മനസ്സിന്റെ ഘടകങ്ങളായ സംവേദം, പ്രത്യക്ഷം, സ്മൃതി, വികാരം, ബിംബം, ഉദ്ദേശം എന്നിവ അദ്ദേഹത്തിന്റെ അപഗ്രഥത്തിന് വിധേയമാക്കി. മനസ്സിന്റെ ഘടകങ്ങളെന്നും ഘടനാവാദികളെന്നു പറയുന്ന സംവേദം, ബിംബം, വികാരം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള പഠനം വിജയകരമായില്ല. കാരണം മനസ്സിന്റെ ഘടകങ്ങളെ വേർതിരിച്ച് പഠിക്കാനായില്ല. അതിനാൽ ഘടനാവാദത്തിന് നിലനിൽപ്പില്ല. ചിന്തയുടെയും സംവേദത്തിന്റെയും അടിസ്ഥാന ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ ബോധപൂർവമായ അനുഭവത്തിന്റെ ഘടന മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഘടനാവാദം നിർദ്ദേശിച്ചു. ഇത്രയാണ് സ്ട്രക്ചറലിസത്തിൽ പറയുന്നത്.